This is Mittu. This cat was presented to our clinic with complaint of anorexia and severe respiratory distress. By clinical examination, then ultrasonography and radiography, we came to the diagnosis of pyothorax and we have done thoracocentesis. And in the procedure, എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൃഷ്ണ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മിട്ടു എൻ്റെ പെറ്റാണ്. അപ്പോൾ ഇവൻ്റെ അസുഖം എന്ന് വെച്ചാൽ ഇവനെ തിരിച്ച് കിട്ടുമോ എന്ന് പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ലങ്സിൽ ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞ് ഒരുപാട് ഫ്ലൂയിഡ്, നമ്മൾ എന്താ പറയുന്നത്, ആലോചിക്കാൻ പോലും കഴിയാത്ത അത്രയും ഫ്ലൂയിഡ് വന്ന് അടിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം മരണത്തിൻ്റെ വക്കിൽ നിന്നാണ് ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയത്. അവർ ഫ്ലൂയിഡെല്ലാം ക്ലീൻ ചെയ്തു, വളരെ ക്ലിയറാക്കി. പിന്നെ അവൻ്റെ കാഴ്ച മങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു അഡ്വൈസ് തരാനുള്ളത്, നിങ്ങൾ പെറ്റിനെ സ്നേഹിക്കുന്ന ക്യാറ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 6 മാസം കൂടുന്ന സമയത്ത് നിങ്ങളുടെ പെറ്റിൻ്റെ എക്സ്റേയോ അല്ലെങ്കിൽ എന്താ പറയുക സ്കാനിങ്ങോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എന്തെങ്കിലും അണ്ടർലൈങ് ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രൈമറി സ്റ്റേജിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. കാഴ്ച മങ്ങിയെന്നല്ല, കാഴ്ച പൂർണ്ണമായിട്ടും പോയി. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടും കാഴ്ചയിൽ അധികം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഫിക്സ് വരുന്നുണ്ട്. അസുഖം ഭേദമായതിനു ശേഷം ഇതാണിപ്പോൾ എൻ്റെ മിട്ടുവിൻ്റെ കണ്ടീഷൻ. വളരെ എന്താ പറയുക, 90-95% അവൻ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ചക്കുറവ് ഭയങ്കര ഇഷ്യൂ ആണ്. മുമ്പൊക്കെ പോകുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും തട്ടി വീഴും, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കി. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ തട്ടി വീഴാൻ പറ്റുന്നതും മുട്ടുന്നതുമായ സാധനങ്ങളെല്ലാം നീക്കി അവനൊരു വഴി തന്നെ നമ്മൾ ഒരുക്കി കൊടുത്തു. ഇപ്പോൾ അധികം കുഴപ്പമില്ല, ക്ലിയറായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മിറ്റൂസിൻ്റെ അവസ്ഥ ഇതാണ്. മിറ്റൂസ് ഇപ്പോൾ അടിപൊളിയായിട്ട് നടക്കുകയാണ്. എന്താ പറയുക, അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല. അവൻ എന്നാലും എല്ലാവിധമായ കാര്യങ്ങളും ചെയ്യും, നോക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കാൻ പോകും, എല്ലാം ചെയ്യും. ഓക്കെ. അപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള എൻ്റെ പെറ്റാണ് എൻ്റെ മിട്ടു എന്ന് പറയുന്നത്. ഇവന് ഒരു വിഷയമുള്ളൂ, കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഡോക്ടർ പറഞ്ഞു അത് ശരിയാകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2-3 മാസമായി. ഏകദേശം 10-35,000 രൂപ ഞാൻ ഹോസ്പിറ്റലിൽ കൊടുത്തു. 35,000 അല്ല, അതിൽ കൂടുതൽ കൊടുത്തു. എനിക്ക് കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പേര് കുറച്ച് നല്ല മനസ്സുള്ളവർ എനിക്ക് ക്യാഷ് തന്നു. പിന്നെ ഈ ഇരിക്കുന്നത് എൻ്റെ സിംബ. ഇവൻ ആകെ ആള് കാണുന്ന നടക്കുന്നില്ല, മഹാ പേടിച്ചൂരിയാണ്. ഓക്കെ, ടോന്നാക്കിയ ഒറ്റ ഓട്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇവള് മിക്കി, ഇവളെ അമ്മമാർക്ക് ശേഷം ഞാൻ മേടിച്ചതാണ്. അമ്മമാർക്കൊരു കൂട്ടാവട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. ഓക്കെ, മോളാണ് ഈ കിടക്കുന്ന കുട്ടൂസ്. ഈ ചിങ്കുട്ടിയാണ് മോള് മിക്കിയുടെ. കുട്ടുച്ചേ ചക്കരേ. ഇവന്മാർ 2 പേരുണ്ടായിരുന്നു. ഒരുത്തൻ അതിൽ മരിച്ചുപോയി. പ്രസവിച്ചൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴേ മരിച്ചുപോയി. പാവമായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് യുവമാരുടെ വിശേഷമൊക്കെ കേട്ട് നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന്. എല്ലാവരും ഈ ചാനൽ കൂടിക്കോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.